ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജയൻ അയ്യപ്പൻകാവ്. അയ്യപ്പൻകാവിലെ നമ്മുടെ അമ്പലത്തിന്റെ ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി മുതിർന്ന രക്ഷാധികാരിയായിട്ടുള്ള രാജഗോപാലനെ ക്ഷണിച്ചു കൊള്ളുന്നു. മലവുപ്പാടം റെസിഡൻസ് അസോസിയേഷന് വേണ്ടി അരവിയേട്ടനെയും ഹരിനാരായണനെയും ക്ഷണിച്ചുകൊള്ളുന്നു. മഹിളാ മോർച്ചയ്ക്ക് വേണ്ടി ഗീത ചേച്ചിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബൂത്തിലെ മുതിർന്ന പൗരനായിട്ടുള്ള ആദ്യ ഗോപാല സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രദേശത്തെ അമ്മമാർക്ക് വേണ്ടി സുജിചേച്ചിയും സരസ്വമ്മയും ക്ഷണിച്ചുകൊള്ളുന്നു. യുവമോർച്ച പ്രവർത്തകരായിട്ടുള്ള അതുൽ, മണിക്കുട്ടൻ, നവീൻ, അനൂപ് എന്നിവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പിന്നെ കർഷക മോർച്ചയ്ക്ക് വേണ്ടി ചന്ദ്രശേഖരൻ, കണ്ണദാസൻ, കൃഷ്ണൻകുട്ടി, അഭിലാഷ് തുടങ്ങിയവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ശോഭ ചേച്ചിയെ ഹാർദവും ക്ഷണിച്ചുകൊള്ളുന്നു. മൈക്ക് തന്നുണ്ടോ ചേച്ചി? കയ്യില് മൈക്ക് തന്നുണ്ടോ? മൈക്ക് കണ്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലയുടെ അധ്യക്ഷൻ ശ്രീമാൻ പ്രശാന്ത്, പാർട്ടിയുടെ സംസ്ഥാന ലീഡർ ശ്രീമതി പ്രമിള, ശശിധരൻ അവറുകൾ, നിയോജക മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീ വിജേഷ്, ശ്രീമതി അജിത, ശ്രീ രമേശ്, ശ്രീമാൻ ബിനിൽ, ശ്രീമാൻ അനീഷ്, NTUവിന്റെ സംസ്ഥാന ലീഡർ ശ്രീനി മാസ്റ്റർ, വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന കരുത്തരായിട്ടുള്ള കാര്യകർത്താക്കന്മാരെ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഒരു വിശദമായിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല. കർഷക മോർച്ചയുടെ നമ്മുടെ ഏവരുടെയും സുപരിചിതനായിട്ടുള്ള പ്രിയപ്പെട്ട ലീഡർ, ഇപ്പൊ പ്രസംഗിക്കാമല്ലോ, ശിവേട്ടനല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ശിവേട്ടൻ രണ്ട് വാക്ക് ഇവിടെ പറയാതെ ഈ സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം പാലക്കാടിൽ വികസനം എത്തിക്കാൻ, പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് നമുക്കൊരു MLA ഉണ്ടാകാൻ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രാർത്ഥന എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം. ശോഭ ജയിക്കണേ, ജയിക്കണേ, ജയിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഒന്ന്. രണ്ടാമതായി പ്രവർത്തിക്കുക. ഓരോ വീടുകളിലും നോട്ടീസുമായി കടന്നു ചെന്നുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിന്റെ അലയൊലികൾ ഈ പാലക്കാട് എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി തന്നെ പാലക്കാടിലെ ജനങ്ങളെ കാണാൻ വന്നു. അദ്ദേഹം പറഞ്ഞു, ശോഭയല്ല ഗ്യാരണ്ടി, മോദിയാണ് ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോദിജിയുടെ ഗ്യാരണ്ടിയിൽ നമ്മൾ വികസന പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നത് 5 കോടി MLAക്ക് കിട്ടുന്ന പൈസ വാങ്ങിയിട്ട് ഒരു വികസനം നടത്താനല്ല നിങ്ങളുടെ ശോഭ പോകുന്നത്. 3 മാസം കൊണ്ട് 700 കോടിയുടെ വികസന പദ്ധതികൾ ഈ പാലക്കാട്ടേക്ക് കൊണ്ടുവരും എന്ന് ചർച്ച ചെയ്തുകൊണ്ടും ദേശീയ തലത്തിൽ നിന്ന് അതിനുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കും എന്ന വാക്ക് നൽകിക്കൊണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. അതിന് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് നിൽക്കുന്നത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻജി വരുന്നുണ്ട്. 5-ാം തീയതി പാലക്കാട് എത്തും. 6-ാം തീയതി മാത്തൂരിലെയും കണ്ണാടിയിലെയും തിരായിരിയിലെയും കർഷകരോട് സംസാരിക്കാൻ നമ്മുടെ കാർഷിക വകുപ്പ് മന്ത്രി ശ്രീമാൻ ശിവരാജ് സിംഗ് ചൗഹാൻജി വരികയാണ്. നാളെ സുരേഷ് ഗോപി സാർ അദ്ദേഹം ഇവിടെ യാത്ര ചെയ്യുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സിനിമാക്കാരെ കൊണ്ടുവരാനൊന്നും നമ്മളിപ്പോ ആലോചിച്ചിട്ടില്ല. നമ്മൾ ആലോചിച്ചിട്ടുള്ളത് പാലക്കാടിന്റെ വികസനത്തെ കുറിച്ച് ചിന്തയുള്ള
അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർമാർ ഈ പാലക്കാടിന്റെ മണ്ണിലെത്തും. അവർ തീർച്ചയായിട്ടും നിങ്ങളെ അഭിസംബോധന ചെയ്യും. നമുക്ക് ഈ നാട്ടിൽ സമഗ്രമായിട്ടുള്ള വികസനം എത്തിക്കാൻ നിങ്ങളുടെ കരുത്ത് അത് പകർന്നു തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് ഇനിയൊരവസരത്തിൽ സംസാരിക്കാമെന്ന് പറഞ്ഞ് എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. ക്യാമറ ഫോട്ടോ സംസാരം കഴിഞ്ഞാൽ പോവാലോ. ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവിടെയുള്ളവർ ഈ ബൂത്തിലുള്ളവർ വരാൻ പറയും. എല്ലാവരോടും എവിടെ വരെ ഇല്ല, അതിൽ എന്റെ ബാഗ് എടുക്കുന്നില്ല ഫ്രണ്ടില്. എല്ലാവരും ഓരോ ഫോട്ടോകൾ ആഗ്രഹിക്കുക. അപ്പൊ അത് കേരളത്തിലെ നമ്മുടെ സഹോദരന്മാരെ കണ്ട വല്ല കുഴപ്പമുണ്ടോ? പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഇവിടെ നമ്മളെല്ലാവരും സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. കാരണം പാലക്കാട് ആരാധനായിട്ടുള്ള പ്രൈം മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ പെട്ടു എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമായി. ഞാൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഞാൻ ഒരിക്കലും കരുതിയില്ല ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നമുക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പാലക്കാട് എത്തുമെന്ന്. പക്ഷെ വളരെ പെട്ടെന്ന് അദ്ദേഹം പാലക്കാട് വന്നു. പാലക്കാടിലെ സഹോദരി സഹോദരന്മാരോട് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതകളെ കുറിച്ച് പറഞ്ഞു. കേവലം ഒരു MLA എന്നുള്ള സ്വപ്നമല്ല അദ്ദേഹം ഉന്നയിച്ചത്. കേരളത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ നമുക്കുണ്ടാക്കണം എന്ന സൂചനയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം നമ്മുടെ മുന്നിൽ വെച്ചത്. നോക്കൂ, നമുക്ക് പാലക്കാട് ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോ അതികഠിനമായിട്ടുള്ള ഒരു അസുഖം വന്ന് മെഡിക്കൽ കോളേജിൽ ചെന്നാൽ പാലക്കാട് മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രിയിലേക്ക് കത്തെഴുതി കൊടുക്കും. ഒരു ചികിത്സയും അത്യാസന്ന നിലയിലെത്തുന്ന രോഗിക്ക് സഹായകരമായി നടത്താൻ സാധിക്കാതെ, അവിടെ ഒരു കാർഡിയോളജി യൂണിറ്റ് വിദഗ്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ, നമ്മുടെ അമ്മമാർ പെൺകുട്ടികൾ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളില്ലാതെ, MRI സ്കാനോ CT സ്കാനോ അതുപോലെ തന്നെ ലബോറട്ടറി ഫെസിലിറ്റീസോ
ഒരുക്കി കൊടുക്കാൻ സാധിക്കാതെ ഈ ആരോഗ്യ മേഖലയിലെ മെഡിക്കൽ കോളേജ് ഒരു സ്കെൽറ്റനായിട്ട് നിലനിൽക്കുകയാണ്. മജ്ജയും മാംസവും ഇല്ലാത്ത മെഡിക്കൽ കോളേജ് നമുക്ക് മാറ്റണം. നമുക്ക് 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനല്ല നിങ്ങളുടെ ശോഭ ഇവിടെ മത്സര രംഗത്ത് നിൽക്കുന്നത്. 700 കോടി രൂപയുടെ പദ്ധതികൾ 3 മാസം കൊണ്ട് ഈ പാലക്കാടിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് എന്റെ അമ്മമാരോട് പറയാൻ സാധിക്കും, നമുക്ക് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ വന്നു കഴിഞ്ഞു. വീണ്ടും കണ്ണാടിയിലെ, മാത്തൂരിലെ, പിരായിരിയിലെ കർഷകർക്ക് വേണ്ടി, ഇവിടുത്തെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കാർഷിക ഭൂമി നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അഭിമാനമാണ് എന്ന് എപ്പോഴും പറയുന്ന അഗ്രികൾച്ചർ മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹം നമ്മളെ കാണാൻ, പാലക്കാട്ടിലെ കർഷകരെ കാണാൻ, പാടശേഖര സമിതിയുടെ ആളുകളുടെ ഹൃദയം ഏറ്റുവാങ്ങാൻ, അവരെ മനസ്സിലാക്കാൻ അദ്ദേഹം ഇവിടേക്ക് വരികയാണ്. അത് 6-ാം തീയതി 5 മണിയോടുകൂടി നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ പാലക്കാടിന്റെ മണ്ണിൽ എത്തും എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ള ആഗ്രഹം, ഇവിടെ നിൽക്കുന്ന ഓരോ കൊച്ചുകുട്ടിയും അവരുടെ ഭാവി കരുപ്പിടിപ്പിക്കേണ്ടത് ആരാണ്? നമ്മളാണ്. 300-ലധികം വരുന്ന കർമ്മ പദ്ധതികൾ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് 25 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്തിച്ച ശ്രീമാൻ നരേന്ദ്രമോദി, 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതി അത് രാജ്യത്ത് കൊണ്ടുവന്ന ശ്രീമാൻ നരേന്ദ്രമോദി, കിസാൻ സമ്മാൻ നിധിയിലൂടെ കർഷകരായിട്ടുള്ള ആളുകളുടെ വീട്ടിലേക്ക് 2000 രൂപ എത്തിക്കുന്ന, ഏറ്റവും ജനങ്ങളെ നെഞ്ചോട് ചേർത്തിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവന്ന മോദി ഗവൺമെന്റ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, നാടും നഗരവും മാറുകയാണ്. നമുക്ക് സുവർണ കോറിഡോറിന്റെ ഭാഗമായിട്ട് ഈ പാലക്കാടിനെയും മാറ്റണം. ഈ പാലക്കാട് സുവർണ കോറിഡോറിന്റെ ഭാഗമായിട്ട് മാറുമ്പോൾ IT ഹബുകൾ നമുക്ക് വേണം. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല സാഹചര്യമുള്ള കോളേജുകൾ അതിവിടെ ഉണ്ടാവണം. ഞാൻ ആഗ്രഹിക്കുന്നു, ഇവിടുത്തെ അമ്മമാരോട് ഞാൻ പറയുന്നത്, ക്യാൻസർ രോഗബാധിതരായി ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ആരോഗ്യ മേഖലയിൽ ഒരുക്കി ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത ഉൾപ്പെടെ വരച്ചു ചേർത്തുകൊണ്ട് ആരോഗ്യ മേഖലയിലേക്ക് മാത്രമായിട്ട് ഒരു മാനിഫെസ്റ്റോ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ള പദ്ധതിയോടുകൂടി നിങ്ങളുടെ മനസ്സ് എന്താണോ ചിന്തിക്കുന്നത്, വീടില്ലാത്ത ഒരാൾ പോലും ഈ നാട്ടിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കൊണ്ടുവന്ന 10 വർഷക്കാലമായി ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട്, പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പഞ്ചായത്തുകളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന വേണ്ട എന്ന് തീരുമാനമെടുത്ത ആളാണ്. എന്നാൽ അതുപോലെ തന്നെ ജൽനൽ പദ്ധതിയുണ്ട്. കുടിക്കാൻ കുടിവെള്ളം എല്ലാവരുടെയും വീട്ടുപടിക്കൽ പൈപ്പിൽ എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പദ്ധതി കേവലം 14 പഞ്ചായത്തുകളിൽ മാത്രമാണ് ഈ പാലക്കാട് ജില്ലയിൽ ആ ജൽനൽ പദ്ധതി ഇന്ന് നടപ്പിലാക്കിയിട്ടുള്ളത്. ഒന്നുമില്ലാത്ത നാടാക്കി ഈ കേരളത്തെ മാറ്റിയത്. 70 വർഷക്കാലം ഈ പാലക്കാടിന്റെ മണ്ണിൽ UDF-ഉം LDF-ഉം മാറി മാറി അധികാരത്തിൽ വന്നു. അവർക്കെല്ലാം MLA-മാരുണ്ടായി, മന്ത്രിമാരുണ്ടായി, മുഖ്യമന്ത്രിമാരുണ്ടായി. എന്നാൽ ഇന്നും പാലക്കാടിന്റെ വികസനം എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സാഹചര്യമാണ് ഇവിടെയുള്ളതെങ്കിൽ വികസനം പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ പാലക്കാടിനെ ഉന്നതിയിലെത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർത്ത് പിടിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ ഒരു പ്രാർത്ഥന വെക്കണം. ശോഭയ്ക്ക് ജയിക്കാൻ എല്ലാവരും വോട്ടിടണേ എന്നുള്ള ഒരു പ്രാർത്ഥന ഓരോ ദിവസവും രാവിലെ എന്റെ അമ്മമാരും സഹോദരന്മാരും ആ പ്രാർത്ഥന നടത്തണം. ഒപ്പം പ്രവർത്തനവും വേണം. ഈ അതികഠിനമായിട്ടുള്ള ചൂടിനെ വകവയ്ക്കാതെ റോഡിലിറങ്ങി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി, NDA-ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എന്റെ സഹപ്രവർത്തകന്മാരോടെല്ലാം നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് തീർച്ചയായിട്ടും എന്റെ പാരിതോഷികം എന്ന് പറയുന്നത് നിങ്ങളുടെ നാടും നഗരവും ഞാൻ വികസനത്തിന്റെ പൂമഴ തീർക്കും എന്നുള്ളത് തന്നെയാണ്. അതിന് ഒരവസരം നൽകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.